2016 സെമസ്റ്റർ 2 ക്രിട്ടിക്കൽ തിങ്കിങ്, അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് മെഴ്സി ചാൻസ്. ഇതിൽ നമ്മൾ മൂന്നാമത്തെ ഒരു യൂണിറ്റിൽ ഇങ്ങനെയാണ്. ആദ്യത്തെ യൂണിറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ആർഗ്യുമെന്റ്, ഒപ്പീനിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ യൂണിറ്റ്, ആകെ 6 യൂണിറ്റുകളാണ്. മൂന്നാമത്തെ യൂണിറ്റ് ആക്യുറസി ഇൻ അക്കാഡമിക് റൈറ്റിംഗ് എന്ന ഒരു കാര്യമാണ്. ഇതിൽ അല്പം ഗ്രാമർ വശമാണ്. ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം 3 ആർട്ടിക്കിൾ വാക്കുകളാണ് എ ആൻഡ് ദ. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ദ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണെന്നാണ് നമുക്കറിയാവുന്നത്. അപ്പൊ ഇങ്ങനെ 3 അക്ഷരങ്ങളാണ്, 3 വാക്കുകളാണ് ആർട്ടിക്കിൾസ് എന്ന വിഭാഗത്തിലുള്ളത്. ഫോറിനേഴ്സ് ഹു സ്പീക്ക് ഇംഗ്ലീഷ് മേ മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഇൻ ദ പ്രോപ്പർ യൂസ് ഓഫ് ടെൻസ് ആൻഡ് ദ ആർട്ടിക്കിൾസ്. പലപ്പോഴും വിദേശ പഠിതാക്കളാണ് നമ്മളൊക്കെ, വിദേശ പഠിതാക്കളാണ് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ധാരാളം തെറ്റുകൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതിലും വരുത്താറുണ്ട്, ടെൻസ് ഉപയോഗിക്കുന്നതിലൊക്കെ വരുത്താറുണ്ട്. മോസ്റ്റ് പീപ്പിൾ ഡു നോട്ട് നോ വേർ ടു യൂസ് ദി ആർട്ടിക്കിൾ ആൻഡ് വേർ ടു അവോയ്ഡ് ദം. ആർട്ടിക്കിൾ എവിടെ ഉപയോഗിക്കണം, എവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട എന്നറിഞ്ഞുകൂടാത്തവരുണ്ട്. There are people who do not know whether a or an is to be used before a certain word. ഒരു പ്രത്യേക വേർഡിന്റെ മുമ്പിൽ എ ആണോ ആൻ ആണോ ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാത്തവരുമുണ്ട്. If a man is not thorough with the use of articles, he may not have confidence in his command over the language. ആർട്ടിക്കിൾസിന്റെ കാര്യത്തിൽ ഒരാൾ നല്ല ഉറപ്പാർന്ന ബോധ്യമില്ലെങ്കിൽ, ഒരു തറ നോളജ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആശയക്കുഴപ്പമുണ്ടാവും. There are 2 kinds of articles in English: definite article and indefinite article. Definite article ഏതാണ്? ദായാണ്. Indefinite article a and an. എയും ആനുമാണ്. ഇനി definite article ദായുടെ പ്രയോഗമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എപ്പോഴൊക്കെയാണ് definite article ദാ ഉപയോഗിക്കുക? നെയിംസ് ഓഫ് സബ്സ്റ്റൻസസ്. സബ്സ്റ്റൻസസിന്റെ പേര് പറയാൻ നേരത്തെ do not use the before the names of substances if they are used in a general sense. നമ്മൾ ഒരു പദാർത്ഥത്തിന്റെ പേര് പറയുമ്പോൾ ഒരു ജനറൽ സെൻസിലാണെങ്കിൽ ഒരിക്കലും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഉദാഹരണമായിട്ട് സ്വർണം, അല്ലെങ്കിൽ പുസ്തകം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോഹം, അതിന്റെ പേര് പറയാൻ നേരത്ത് നമ്മൾ ദാ ചേർത്ത് പറയാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ അത് ഒരു സാമാന്യ അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഉദാഹരണം നോക്കാം. ബുക്സ് ആർ വെരി കോസ്റ്റ്ലി. പുസ്തകങ്ങൾക്ക് പൊതുവെ വില കൂടുതലാണ്. ഇത് പുസ്തകങ്ങളെ കുറിച്ച് ഒരു ജനറൽ സെൻസിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജനറൽ സെൻസിൽ പൊതുവെ പുസ്തകങ്ങൾക്ക് വില കൂടുതലാണെന്ന് പറയുമ്പോൾ ബുക്സ് ആർ വെരി കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ദ ബുക്സ് ആർ വെരി കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അത് തെറ്റായി വരും. അപ്പൊ പിന്നെ ഏത് സിറ്റുവേഷനാണ് ദ ബുക്സ് എന്ന് പറയുക എന്നായിരിക്കും അടുത്ത ചോദ്യം. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ സാങ്കല്പികമായി പറയാം. ദ ബുക്സ് വി ഹാവ് ദ ബുക്സ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വാങ്ങിയ പുസ്തകങ്ങൾ ആർ വെരി എക്സ്പെൻസീവ്. ഇങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. ദ ബുക്സ് ഐ ബോട്ട് യെസ്റ്റർഡേ ആർ വെരി എക്സ്പെൻസീവ്. ഞാൻ ഇന്നലെ വാങ്ങിയ പുസ്തകങ്ങൾ വളരെ വില കൂടിയതാണ്. അപ്പൊ ഇതൊരു പ്രത്യേക പുസ്തകത്തെ മാത്രം പരാമർശിക്കുന്ന വാചകമാണ്. ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങൾക്കും ഇത് ബാധകമല്ല എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് സെൻസിൽ ഒരു ഡെഫിനിറ്റ് ആയ ഒരു പുസ്തകത്തെ, ഒരു കൂട്ടം പുസ്തകങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദാ ഉപയോഗിച്ച് പറയാം. പക്ഷേ ജനറൽ സെൻസിൽ പൊതുവെ പുസ്തകങ്ങൾക്ക് വില കൂടുതലാണെന്ന് പറയുമ്പോൾ ബുക്സ് ആർ വെരി കോസ്റ്റ്ലി, അത് പുസ്തകത്തിന്റെ കാര്യമല്ല, പച്ചക്കറികൾക്ക് പൊതുവെ വില കൂടുതലാണ് എന്ന് പറയുകയാണെങ്കിലോ, ഓക്കെ, വെജിറ്റബിൾ ഐറ്റംസ് ആർ നവഡേയ്സ് വെരി കോസ്റ്റ്ലി. ഇന്നത്തെ കാലത്ത് വെജിറ്റബിൾ ഐറ്റംസ് വളരെ വില കൂടുതലാണ്. ഇനി അത് ഒരു പ്രത്യേക പച്ചക്കറിയെ മാത്രമാണ് ഉദ്ദേശിച്ച് പറയുന്നെങ്കിലോ, നമ്മുടെ തൊട്ടടുത്ത കടയിലുള്ള പച്ചക്കറി ഉണ്ടല്ലോ, അത് വളരെ വില കൂടുതലാണ്. ദ വെജിറ്റബിൾസ് ഇൻ അവർ നെയ്ബറിംഗ് ഷോപ്പ് ആർ വെരി കോസ്റ്റ്ലി. അങ്ങനെ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രത്യേക സ്ഥലത്തെ, ഒരു പ്രത്യേക വിഭാഗം പച്ചക്കറിയെ മാത്രം ഉദ്ദേശിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാറ്റുന്നു. ഒരു പർട്ടിക്കുലറായ ഒരു ഇനം, ഒരു സെറ്റ് ഓഫ് വെജിറ്റബിൾസിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിച്ച് പറയാം. ദ വെജിറ്റബിൾസ് ഇൻ ദ നിയർ ബൈ ഷോപ്പ് എന്ന് പറയാം, കുഴപ്പമില്ല. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ. സ്വർണം വിലപിടിപ്പുള്ള ലോഹമാണ്. നോട്ട് ദ ഗോൾഡ്. ദ ഗോൾഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സ്വർണത്തെക്കുറിച്ച് ലോകത്തിൽ എവിടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ വിലപിടിപ്പുള്ളതാണ് എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ദ എന്ന് ഉപയോഗിച്ച് അതിനെ സ്പെസിഫിക് ആക്കാൻ പാടില്ല, അത് ജനറലായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി അതേസമയം ഒരു പ്രത്യേക സ്വർണത്തെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിലോ, അച്ഛൻ എനിക്ക് വാങ്ങിത്തന്ന സ്വർണം. ദ ഗോൾഡ് വിച്ച് മൈ ഫാദർ
ഹാസ് ബോട്ട് ഫോർ മീ. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വർണം അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന സ്വർണം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വിഭാഗം സ്വർണത്തെ മാത്രം ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ദ ഗോൾഡ് എന്ന് പറയാം. ദ ഗോൾഡ് വിച്ച് മൈ ഫാദർ ബോട്ട് ഫോർ മീ എന്ന് പറയുന്ന വാചകം സ്പെസിഫിക് ആണ്. അപ്പോൾ അത് ഡെഫിനിറ്റ് ആയ ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നതുകൊണ്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിച്ച് പറയാം. അല്ലാതെ വെറുതെ ഗോൾഡിനെ കുറിച്ച് പൊതുവേ ഉള്ള ഒരു പരാമർശമാണെങ്കിൽ ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ എന്ന് പറഞ്ഞു പോവാം. ഇനി ബ്രെഡ് ഈസ് വെരി ചീപ്പ്. ബ്രെഡൊക്കെ വളരെ ചീപ്പാണെന്നേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് ബ്രെഡിനെ കുറിച്ച് പൊതുവേ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദ ബ്രെഡ് എന്ന് പറയാൻ പാടില്ല, നോട്ട് ദ ബ്രെഡ്. ഇനി ലെഡ് ഈസ് എ ഹെവി മെറ്റൽ. ഈയം വളരെ ഭാരമുള്ള ലോഹമാണ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിലാണെങ്കിലോ നമുക്ക് ഈയത്തെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ലെഡ് ഈസ് എ ഹെവി മെറ്റൽ, ഈയം ഭാരമുള്ള, നോട്ട് ദ ലെഡ് അല്ലേ. അപ്പോൾ ദ ലെഡ് നമ്മുടെ സിറ്റുവേഷനിൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിലോ തീർച്ചയായിട്ടും അല്ലേ നമ്മുടെ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ലെഡ് വളരെ പഴക്കമുള്ളതാണ്. അങ്ങനെ പറയും ദ ലെഡ് വിച്ച് വി ഹാവ് കെപ്റ്റ് ഇൻ അവർ വർക്ക്ഷോപ്പ് ഈസ് വെരി എക്സ്പെൻസീവ് എന്നോ വെരി ഓൾഡ് എന്നോ പറയാം. അപ്പോൾ അതൊരു സ്പെസിഫിക് ആയ ലെഡിനെ കുറിച്ച് മാത്രമാവുന്നു. ഇനി ഹവർ ഇഫ് ദ റെഫറൻസ് ഈസ് ടു എ പർട്ടിക്കുലർ കൈൻഡ് ഓർ സ്പെസിമെൻ, ഒരു പ്രത്യേക വിഭാഗത്തെ ഒരു പ്രത്യേക സ്പെസിമെനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ദ മസ്റ്റ് ബി യൂസ്ഡ്, ദ ഉപയോഗിക്കണം. അതായത് ദ ബുക്സ് അവൈലബിൾ ഇൻ ദിസ് ഷോപ്പ് ആർ വെരി കോസ്റ്റ്ലി. ഈ കടയിൽ ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങൾ വളരെ കോസ്റ്റ്ലി ആണ് എന്ന് പറയാം. വേറെ എന്താണ്? ദ ബ്രെഡ് വി ബോട്ട് യെസ്റ്റർഡേ വാസ് നോട്ട് ദാറ്റ് മച്ച് ടേസ്റ്റി. നമ്മൾ ഇന്നലെ വാങ്ങിയ ബ്രെഡ് ഉണ്ടല്ലോ അത് അത്രയ്ക്ക് അങ്ങോട്ട് രുചിയുള്ളതല്ല. വേറെ ഒരെണ്ണം പറയാം, ദ ഗോൾഡ് മൈൻഡ് ഇൻ ഓസ്ട്രേലിയ ഈസ് ഓഫ് പുവർ ക്വാളിറ്റി. ഓസ്ട്രേലിയയിൽ കുഴിച്ചെടുക്കുന്ന മൈൻ ചെയ്യുന്ന ഖനനം ചെയ്തെടുക്കുന്ന സ്വർണ്ണം ഉണ്ടല്ലോ അത് വളരെ പുവർ ക്വാളിറ്റി ആണ്. അപ്പൊ അതൊരു ലോകത്തിലുള്ള എല്ലാ ഗോൾഡുകളും ബാധകമല്ല. ദ ഗോൾഡ് മൈൻഡ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾഡിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ ഗോൾഡിനെ കുറിച്ചുമുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റേ അല്ല. അതുകൊണ്ട് സ്പെസിഫിക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒന്നിനെ കുറിച്ച് മാത്രമായതുകൊണ്ടുള്ള പരാമർശമായതുകൊണ്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നോക്കൂ, അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ മാത്രമാണ്, അല്ല വേറെയും ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ സാവധാനത്തിൽ നോക്കാം. ദ ലെഡ് വി ഹാവ് കെപ്റ്റ് ഇൻ അവർ വർക്ക്ഷോപ്പ് ഈസ് വെരി ഓൾഡ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈയം അത് വളരെ പഴക്കമുള്ളതാണ്. ഈ റൂള് ബാധകമാകുന്നത് എല്ലാ സബ്സ്റ്റൻസിനും ബാധകമാണെന്നുള്ളതാണ് പറഞ്ഞു പറയുന്നത്. ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദി സബ്സ്റ്റൻസസ്. യെസ്. ഇനി നോക്കാം. അതായത് ലെഡ്, സാൻഡ്, സോയിൽ, റോക്ക്, മീറ്റ്, ഫിഷ്, പേപ്പർ ഏത് കാര്യത്തിലാണെങ്കിലും കൊള്ളാം. അത് ജനറൽ സെൻസിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ ദ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെൻസിലാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഡെഫിനിറ്റ് ആയ ഒന്നിനെ മാത്രം കുറിക്കുന്നു എന്നർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ അത് ഉപയോഗിക്കണം. ഇനി മീൽസിന്റെ പേരുകൾ പറയുമ്പോൾ ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സപ്പർ ഇങ്ങനെയുള്ള മീൽസിന്റെ പേര് പറയുന്ന സാഹചര്യമാണ് രണ്ടാമത്തത്. ഈ സാഹചര്യത്തിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ ഉപയോഗമാണ്. ദ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് മീൽസ് ഇഫ് ദേ റെഫർ ടു ദ മീൽ ജനറലി. മീലിനെ കുറിച്ച് പൊതുവേ പറയുന്ന പരാമർശമാണ്, ജനറൽ ആയിട്ടുള്ള ഒരു വർത്തമാനമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭക്ഷണത്തെക്കുറിച്ച് ഉച്ചഭക്ഷണമായാലും പ്രാതലായാലും ഒക്കെ നമ്മൾ ദ ഉപയോഗിക്കേണ്ടതില്ല. ഇൻ അതർ വേർഡ്സ്, when we speak about the meal as part of our daily food, the is not used. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ മീലിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കാറില്ല. വി യൂഷ്വലി ടേക്ക് സപ്പർ അറ്റ് 8 PM. ഞങ്ങൾ പൊതുവെ അത്താഴം കഴിക്കുന്നത് 8 മണിക്കാണ്. അവിടെ അങ്ങനെ നമ്മുടെ പതിവ് ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് സപ്പർ കഴിക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ ദ സപ്പർ എന്ന് പറയേണ്ട കാര്യമില്ല. വെൻ ഡു യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നീ എപ്പോഴാണ് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് നീ കഴിക്കാറ്? When do you have your breakfast? When do you have your breakfast? Okay. നീ എപ്പോഴാണ് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലേ? ഈ വാചകത്തില് ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അയാൾ പതിവായി കഴിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ഡെഫിനറ്റ് ആക്കേണ്ട കാര്യമില്ല. അറ്റ് വാട്ട് ടൈം ഡു യു ടേക്ക് ഡിന്നർ? നിങ്ങൾ എപ്പോഴാണ് ഡിന്നർ കഴിക്കുക? എത്ര മണിക്കാണ്? കണ്ടോ, അവിടെ നോട്ട് ദ ഡിന്നർ. അവിടെ പതിവായിട്ട് ഡിന്നർ കഴിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഹവർ അതേസമയം if the reference is to the meal as a social function, the must be used. ഒരു സോഷ്യൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണ് ആ മീലിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. In other words, if the reference is to the meal specially arranged on an occasion, the must be used. സ്പെഷ്യലി ഒരു ഒക്കേഷന്റെ സമയത്ത് നമ്മൾ മീൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. എക്സാമ്പിൾ, ആർ യു അറ്റൻഡിങ് ദ ലഞ്ച്? നിങ്ങൾ ലഞ്ച് കഴിക്കുന്നില്ലേ? ആർ യു അറ്റൻഡിങ് ദ ലഞ്ച്? ഉണ്ടോ, നിങ്ങൾ ലഞ്ച് കഴിക്കുന്നില്ലേ എന്നല്ല, നിങ്ങൾ ലഞ്ച് കഴിക്കുകയാണോ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി ഇവിടെ നമുക്കറിയാം
ദ ലഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഏതോ ഒരു പ്രത്യേക ചടങ്ങിൽ ലഞ്ച് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആർ യു അറ്റൻഡിങ് ദ ലഞ്ച്, നിങ്ങൾ ലഞ്ച് കഴിക്കുകയാണോ എന്ന് ചോദിക്കുന്നത്. ദ സപ്പർ ഈസ് അറേഞ്ച്ഡ് അറ്റ് ദ താജ് ഹോട്ടൽ. സപ്പർ താജ് ഹോട്ടലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സപ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.